ഹലോ ഫ്രണ്ട്സ്, പത്തനംതിട്ട സീരിയലിൽ ഇനി വരാൻ പോകുന്ന അപ്കമിങ് റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. അങ്ങനെ ദേവയാനിയെ കാണുവാനായി ദേവയാനിയുടെ ചേട്ടത്തി അനന്തപുരയിലേക്ക് വരികയാണ്. ചേച്ചിയെ കണ്ട ഉടൻ ദേവയാനി ചോദിക്കുകയാണ്, ആഹാ, ഇതാരാണ് ചേച്ചിയോ? ചേച്ചി എന്താ ഇപ്പോൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ അമേരിക്കയിൽ നിന്നും വരുന്നത്? അപ്പോൾ രാജലക്ഷ്മി പറഞ്ഞു, എനിക്കിപ്പോൾ എൻ്റെ അനിയത്തിയെ ഒന്ന് കാണണമെന്ന് തോന്നി, അതുകൊണ്ടാണ് വന്നത്. സുഖമാണോ ദേവു? എവിടെ നിന്റെ മകനും മരുമകളൊക്കെ? അവരുടെ കല്യാണത്തിന് എനിക്ക് വരാൻ പറ്റിയില്ല. പെട്ടെന്ന് അനാമിക അങ്ങോട്ട് വരുവാണ്. അപ്പോൾ അനാമികയെ കണ്ടപ്പോൾ അവിടുത്തെ സർവൻ്റ് ആണെന്നോർത്ത് രാജലക്ഷ്മി തെറ്റിദ്ധരിക്കുകയാണ്. അപ്പോൾ അനാമികയോട് രാജലക്ഷ്മി പറഞ്ഞു, നീ എന്ത് നോക്കിക്കൊണ്ട് എവിടെ നിൽക്കുന്നത്? പെട്ടെന്ന് എൻ്റെ ഈ ലഗേജൊക്കെ എടുത്തുകൊണ്ട് മോളിൽ കൊണ്ട് വെക്കൂ. അപ്പോൾ അനാമിക പറയുന്നു, അയ്യോ ഞാനിവിടുത്തെ ഇളയ മരുമകളാണ്. ഇതൊക്കെ കേട്ടാണ് ജാനകി അങ്ങോട്ട് വരുന്നത്. അയ്യോ രാജലക്ഷ്മി, ഇതെൻ്റെ മകൻ അനി കല്യാണം കഴിച്ച ഞങ്ങളുടെ മോളാണ്, വലിയ കുടുംബക്കാരാണ് എന്നൊക്കെ രാജലക്ഷ്മിയോട് ഇങ്ങനെ പൊങ്ങച്ചം പറയുവാണ്. അപ്പോൾ രാജലക്ഷ്മി പറഞ്ഞു, അയ്യോ സോറി കേട്ടോ, ഞാൻ കണ്ടപ്പോൾ ഇവിടുത്തെ സർവൻ്റ് വന്ന് ഓർത്തു, അതാ ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നീട് രാജലക്ഷ്മി ചോദിച്ചു, അല്ല ദേവു, നിന്റെ മരുമകളും മരുമകനും എവിടെ? അപ്പോൾ അങ്ങോട്ട് നമ്മുടെ ആദർശ നയനയും വരുന്നുണ്ട്. രാജലക്ഷ്മിയെ കണ്ടപ്പോൾ തന്നെ നയന രാജലക്ഷ്മിയുടെ കാലിൽ തൊട്ട് തൊഴുന്നുണ്ട്. അപ്പോൾ തന്നെ രാജലക്ഷ്മിക്ക് നയനയെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ രാജലക്ഷ്മി ദേവയാനിയോട് ചോദിക്കുന്നുണ്ട്, എത്ര നല്ല കുട്ടിയാണ് നയനമോള്, എന്നിട്ട് നീ എന്തൊക്കെയാണ് കുറ്റമോളെ കുറിച്ച് പറയുന്നത്? അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ഇവർ പഠിച്ച കള്ളിയാണ്, എൻ്റെ മോൾ അനാമികയാണ് നല്ലത്. അപ്പോൾ രാജലക്ഷ്മി പറയുന്നുണ്ട്, മതി സംസാരിച്ചത്, നയനമോളുടെ കുറ്റം കേൾക്കാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് ആദർശനോട് ചോദിച്ചു, എടാ ആദർശേ, നീ വല്യമ്മയെ മറന്നോ? അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇല്ല വല്യമ്മ, ഓഫീസിലെ ഭയങ്കര തിരക്കാണ്, അതാണ് ഞാനിപ്പോൾ അങ്ങോട്ടൊന്നും വിളിക്കാത്തത്. പിന്നെ എടാ ആദർശ്, നിന്റെ കാര്യം നല്ലോണം വരക്കുമെന്നല്ലേ നീ പറഞ്ഞത്? അവളെ ഞാൻ അമേരിക്കയിലോട്ട് കൊണ്ടുപോട്ടെ, അപ്പോൾ അവൾക്ക് അവിടെ നല്ല ഒരുപാട് ഓപ്പർച്യൂണിറ്റി കിട്ടും. അപ്പോൾ നയന പറയണം, വേണ്ട വല്യമ്മേ, എനിക്കിവിടെ ആദർശേട്ടൻ്റെ കാര്യമൊക്കെ നോക്കി ഇവിടെ നിൽക്കാനാണ് ഇഷ്ടം. ഇവരെയൊക്കെ തിരിഞ്ഞു നിൽക്കുന്നത് എനിക്ക് ഓർക്കാൻ പോലും വയ്യ. അപ്പോൾ രാജലക്ഷ്മി പറയുന്നുണ്ട്, മോളെ നീ ഇത്ര പാവമാകരുത്, കുറച്ചൊക്കെ ബോൾഡായെങ്കിലേ ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ കേട്ടാണ് നമ്മുടെ നവ്യ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും ഇവളോട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ്, ഇവളിതൊന്നും കേൾക്കില്ല, ആരെങ്കിലും ഇവളെ തല്ലാൻ വന്നാൽ അവൾ മറ്റേ കണ്ണും കൂടി കാണിച്ചു കൊടുക്കും. അപ്പോൾ രാജലക്ഷ്മി ചോദിക്കുന്നുണ്ട്, നവ്യ അല്ലേ ഇതുപോലെ ആയിരിക്കണം പെൺകുട്ടികളായാൽ, നല്ല ബോൾഡായിരിക്കണം. അനാമികക്കാണ് ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം വന്നുണ്ട്. ഇവളമാരൊക്കെ കണക്കാവില്ലേന്ന്, ഞാനാണ് ഇവിടുത്തെ ഏറ്റവും നല്ല മരുമകൾ, ഞാൻ വല്യമ്മക്ക് ജ്യൂസ് എടുക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ അനാമിക അടുക്കളയിലേക്ക് പോയി. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നവ്യക്ക് ദേഷ്യം വന്ന് നവ്യ അങ്ങോട്ട് റൂമിലോട്ടും പോയി. അപ്പോൾ രേവതി ആണെങ്കിൽ അടുക്കളയിൽ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ രേവതി ചോദിക്കുമ്പോൾ അവിടെ ആരാ ഒരു ബഹളം കേൾക്കുന്നത്? അപ്പോൾ അനാമിക പറഞ്ഞു, അമ്മ അത് ആദർശേട്ടൻ്റെ വല്യമ്മയാണ്, അമേരിക്കയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ആഹാ, അമേരിക്കയിൽ നിന്നാണ് വന്നത്, അപ്പോൾ വെറുതെയോടെ ഒന്നും വരില്ല കേട്ടോ, എന്തെങ്കിലും കാര്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, മോൾ അതൊക്കെ സോപ്പിട്ട് സ്വന്തമാക്കണം. ഇതും പറഞ്ഞ് രേവതി രാജലക്ഷ്മിക്ക് കൊടുക്കാൻ വാങ്ങിച്ചു വെച്ചിരുന്ന പലഹാരമൊക്കെ ഇങ്ങനെ ആർത്തിയോടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടായിരുന്നു രാജലക്ഷ്മി അടുക്കളയിലേക്ക് വരുന്നത്. അപ്പോൾ രാജലക്ഷ്മി ചോദിക്കും, ഇതാരാ അനാമികയെ? അപ്പോൾ അനാമിക പറയും, അത് പിന്നെ എൻ്റെ അമ്മയാണ് വല്യമ്മ. ഇത് കേട്ട രാജലക്ഷ്മി പറയും, ആഹാ കൊള്ളാലോ, മോളെ കെട്ടിച്ച് വിട്ടിട്ട് അവിടെ വന്ന് താമസിക്കുകയാണ്, എന്നിട്ട് ആർത്തി പിടിച്ച് എല്ലാം കെട്ടി വീഴുന്നതാണല്ലേ നിങ്ങൾ കൊള്ളാലോ, നിങ്ങൾക്ക് വീടും കൂടിയൊന്നുമില്ലേ? ഇത് കേട്ട് നമ്മുടെ രേവതിക്കാണ് ദേഷ്യം വരുന്നുണ്ട്. എനിക്ക് വീടൊക്കെ ഉണ്ട്, ഞങ്ങൾ വലിയ തറവാട്ടുകാരാണ്, ഞാനിപ്പോൾ എൻ്റെ മോളുടെ അടുത്ത് വന്ന് നിൽക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് കേട്ട് നമ്മുടെ നയന വരുന്നുണ്ട്. അപ്പോൾ രേവതി നയനയെ കണ്ടിട്ട് പറഞ്ഞു, ഇവരാണ് ഒരു ഗതിക്കും പരഗതി ഇല്ലാത്തവർ, ഇവരാണ് ഇവിടെ വലിഞ്ഞുകയറി വന്ന് നിൽക്കുന്നത്. അപ്പോൾ രാജലക്ഷ്മി പറയുന്നുണ്ട്, കൂടുതൽ ഷോ ഇറക്കല്ലേ അനാമികയുടെ അമ്മ, ഇന്നത്തോടെ ഇവിടുത്തെ പുറത്ത് മതിയാക്കി ഇവിടെ നിന്ന് ഇറങ്ങിക്കുക എന്നും പറഞ്ഞ് രാജലക്ഷ്മി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അനാമിക രേവതിയോട് പറയുന്നുണ്ട്, അമ്മേ തൽക്കാലം അമ്മ വീട്ടിൽ പോയി നിൽക്കും, ഇവർ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവിടുന്ന് പോകുമായിരിക്കും, അപ്പോൾ അമ്മ തിരിച്ച് വന്നാൽ മതി. ഇതൊക്കെ കേട്ട് രേവതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ രേവതി ലഗേജൊക്കെ എടുത്ത് അവർ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാജലക്ഷ്മി നയനയും നവ്യയായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ രാജലക്ഷ്മി കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് നയനക്കും നവ്യക്കും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞ്, നിങ്ങൾ എന്തിനാ എപ്പോഴും വീട്ടിൽ സാരി എടുത്തുകൊണ്ട് നിൽക്കുന്നത്, എനിക്ക് ചുരിദാറൊക്കെ ഇട്ട് നിന്നാൽ പോരെ? അപ്പോൾ നവ്യ പറയുന്നുണ്ട്, ആ വല്യമ്മ എനിക്കും അതാ ഇഷ്ടം, വല്യമ്മ ഇങ്ങോട്ട് ഞാൻ ഇട്ടോളാം. അപ്പോൾ നയന പറയുന്നുണ്ട്, അയ്യോ വല്യമ്മ, ഇവിടുത്തെ വീട്ടിൽ ഓരോ പരമ്പരാഗതമായ വസ്ത്രധാരണമുണ്ട്, അത് കാരണം ഞങ്ങളിവിടെ സാരിയാണ് ഉടുക്കുന്നത്. അപ്പോൾ നവ്യ പറഞ്ഞു, ഇവളങ്ങനെയൊക്കെ പറയും, വല്യമ്മ ഇങ്ങോട്ടാണെന്നും പറഞ്ഞ് നവ്യ മേടിച്ചുകൊണ്ട് പോയി. അതിന് ശേഷം രാജലക്ഷ്മി കുറച്ച് വെസ്റ്റേൺ ഡ്രസ്സും
ചുരിദാറൊക്കെ എടുത്ത് നയനക്കും കൊടുക്കുന്നുണ്ട്. നയനക്ക് ഇതൊക്കെ കെട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമായി. അപ്പോൾ നമ്മുടെ അനാമിക ഇതൊക്കെ കണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അനാമികയുടെ മുഖത്ത് ഇങ്ങനെ ഒരുപാട് ദേഷ്യത്തോടെയാണ് ഇങ്ങോട്ട് വരുന്നത്. ഇതൊക്കെ കാണിച്ചാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്.